and gentlemen, welcome to the government boat ride around Alleppey. I have chosen the non-AC cabin. This is the backwaters, the iconic backwaters of Alleppey in Kerala. As you can see, the boat is just departed from the jetty, now heading towards the backwaters for this amazing journey. There is the AC cabin. AC cabin seating is for 600 rupees, and this cabin is the non-AC cabin. Sitting is for 400 rupees. With iconic views of the backwaters here in Alleppey, Kerala. ഇന്ത്യയുടെ ഒട്ടനവധി രാഷ്ട്രപതിമാർക്കും നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം തന്നെ ഈ വള്ളംകളി നടക്കുമ്പോൾ ഇതിലേക്ക് ആതിഥ്യമരുത്തി ആലയിച്ചിരുത്തുന്ന ഒരു VIP പവലിയന്റെ ഓരോ ചേർന്നാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വള്ളംകളിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ക്രമീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഈ ദ്വീപിനെ വളരെ ചിട്ടയോടും ഭംഗിയോടും കൂടി ഒരുക്കിയെടുക്കും. ഇനി മെല്ലെ എല്ലാവരും ഇടത് ഭാഗത്ത് ശ്രദ്ധിച്ച് ഇനിയാണ് നമ്മൾ അത്ഭുത കാഴ്ച കാണാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, 2000-ഓളം വരുന്ന ഹൗസ് ബോട്ടുകളുടെ ഒരു നീണ്ട നിരയാണ് ഇനി നമ്മുടെ ജലവാഹനത്തിന്റെ ഇടത് ഭാഗത്തായി നമ്മൾ കാണാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, 2000-ഓളം വരുന്ന ഹൗസ് ബോട്ടുകളുടെ നീണ്ട നിരയുടെ ഓരോ ചേർന്നാണ് These are the house boats that you can book also, starting from 6,000 to 7,000 rupees per day on a nice rainy day. We are in this beautiful boat. ഒരു ഹൗസ് ബോട്ട് ടെർമിനലിന്റെ ഓരം ചേർന്നാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന പുന്നമടക്കായലിലൂടെ ആയതുകൊണ്ട് തന്നെ ആ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലേക്ക് കൂടി സഞ്ചാരികളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്. With the iconic view സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1952 കാലഘട്ടത്തിൽ ഒരു ഡിസംബർ മാസം 27-ാം തീയതി തന്റെ മകൾ ഇന്ദിരയുമായി കോട്ടയത്ത് നിന്നും ജലമാർഗം ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അന്ന് ആലപ്പുഴയിലേക്ക് വന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ ആലപ്പുഴക്കാർ വരവേറ്റത് ആർപ്പുവിളികളും ഒപ്പം ഒരു വള്ളംകളി കൂടി സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു. അന്ന് നടന്ന ആ വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നടുഭാഗം എന്നൊരു ചുണ്ടവള്ളത്തിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി തന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അങ്ങ് പിന്തള്ളിയിട്ട് ആവേശത്തോടുകൂടിയും ആത്മീയതയോടുകൂടിയും ആ വള്ളത്തിലേക്ക് ചാടിക്കയറുകയും തുടക്കാരോടും നമ്മളിപ്പോൾ പുന്നമടക്കായലിലൂടെ യാത്ര ചെയ്തെന്നാണ് ചരിത്രം രേഖപ്പെടുന്നത്. അതോടൊപ്പം തന്റെ കുട്ടനാട് സന്ദർശനത്തിന്റെ ആ മധുര സ്മരണയ്ക്ക് നന്ദിയെന്നോണം തിരികെ ഡൽഹിയിൽ ചെന്നതിനു ശേഷം തന്റെ സ്വന്തം കയ്യപ്പോടുകൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിന്റെ മാതൃകയിലുള്ള ഒരു വെള്ളിക്കപ്പ് ആലപ്പുഴക്കാർക്ക് നൽകിയുണ്ടായി. അതിനുശേഷം ഇവിടെ നടക്കുന്ന ഈ ജലോത്സവം നമ്മൾ അറിഞ്ഞിരിക്കണം, ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ജലമാമംഗമായി മാറുകയും ഓരോ വർഷവും ഓഗസ്റ്റ് മാസം 2-ാം ശനിയാഴ്ച ഏകദേശം 2 ലക്ഷത്തിൽ പരം വരുന്ന പാശ്ചാത്യ ടൂറിസ്റ്റുകളടക്കം വള്ളംകളി പ്രേമികളും അതോടൊപ്പം കുട്ടനാട്ടിലെ ആഭാനവൃതം വരുന്ന ജനങ്ങളും ഒഴുകിയെത്തുന്ന ഒരു കായലിലൂടെയാണ് നമ്മുടെ യാത്രയുടെ ആദ്യപാദം തന്നെ. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് വരെ സാക്ഷ്യം വഹിച്ച ഒരു കായലിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മെല്ലെ മുന്നോട്ട് പോകുമ്പോൾ 2 ഭാഗങ്ങൾക്കും, അതായത് കായലിന്റെ 2 വശങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഒട്ടനവധി വലുതും ചെറുതുമായ ഹോട്ടലുകളും ഹോം സ്റ്റേകളും സഞ്ചാരികൾക്ക് വിരുന്നേകിക്കൊണ്ട് അതിമനോഹരമായി അവിടെ ഒരുക്കിയിരിപ്പുണ്ട്. ഈ നയനമനോഹരമായ കാഴ്ചയിലൂടെ വീണ്ടും നമ്മൾ ഇനി ഒരു 20 മിനിറ്റോളം പിന്നിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ജലവാഹനം എത്തിച്ചേരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ ആ വേമ്പനാട്ട് കായലിലേക്കാണ്. താങ്ക് യു. ഒപ്പം ഒരു ചെറിയ അറിയിപ്പുകളുണ്ട്. ബോട്ടിന്റെ non-AC ക്യാബിനിൽ നമുക്ക് വേണ്ടി കുടുംബശ്രീ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട ചായ, സ്നാക്സ്, ഐസ്ക്രീം, മറ്റ് ലഘുഭക്ഷണങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. സഞ്ചാരികൾ പരമാവധി ഈ അവസരം കൂടി പ്രയോജനപ്പെടും.
What a colorful bridge. Wow. There's a cafe that's selling idli vadas and tea for money, yeah. But a very good initiative. Look at this. Wow. People are buying tea and vada idli for breakfast. Wow, look at this house, how beautiful it is. Private boat, Shikara. Ladies and gentlemen, welcome to the iconic backwaters of Alleppey, where you get to see boat sizes big and small through these narrow canals. These are all water villages, mind you. What a lovely house. Look at this. Wow. You should have luxury in life. It should be like this. And look at how it's got its own personal boat to connect, because it is inaccessible to the road. Wow, look at this boat. Another boat coming. That's a canoe. Now we have come towards the irrigation fields.
Wow, look at this. പ്രിയപ്പെട്ട സഞ്ചാരികൾ എല്ലാവരും നിമിഷവും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ടൊന്ന് വലത് ഭാഗത്തിൽ ശ്രദ്ധിച്ച് നമുക്കിപ്പോൾ ഒരു കെട്ടിട സമുച്ചയം കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അതാണ് സായി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലകായിക പരിശീലന കേന്ദ്രമാണ് ആ കാണപ്പെടുന്നത്. ഇവിടെ പ്രധാനമായും പരിശീലിപ്പിച്ചു പോരുന്നത് കനോയിങ്, കയാക്കിംഗ്, റോവിംഗ് എന്നീ ജലകായിക ഇനങ്ങളാണ്. അതോടൊപ്പം നിരവധി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പോലും സ്വർണ്ണ മെഡൽ വാങ്ങിക്കുന്ന നമ്മുടെ കായിക താരങ്ങളെ വാർത്തെടുക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലകായിക പരിശീലന കേന്ദ്രമാണ് ഈ കാണപ്പെടുന്നത്. അതോടൊപ്പം ഈ കായിക കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ വ്യോമ നാവിക സേനകളിലൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ലഭ്യമാകും. അവർ Going on in progress. Wow, so beautiful. Look at this. Look at this opening. My goodness. അതുകൊണ്ട് തന്നെ ഈ Look at this. Wow, wow. കുട്ടനാട്ടുകാരുടെ ഒരു അഭിമാന സ്തംഭം എന്ന് പോലും നമുക്ക് പരിചയപ്പെടുത്താം. അതോടൊപ്പം ആ പുന്നമടക്കായലിന്റെ തീരത്തായി പകിട്ടോടെയും അതിലേറെ അഭിമാനത്തോടുകൂടിയും തലയുയർത്തിയിരിക്കുന്ന Now what we can see is water on all sides of us. All the backwaters of Kerala. Alapi. നമ്മുടെ ജലവാഹനം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലേക്കാണ്. ഈ കായലിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്ഥിരമായി സഞ്ചാരിക്കുണ്ടാകുന്ന ഒരു സംശയം കൂടിയുണ്ട്. അപ്പോൾ ഈ കായലിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ സഞ്ചാരികൾക്ക് സ്ഥിരമായി You can see there in the distance. Speed boating is also in progress. Speed boating. ആലപ്പുഴ ജില്ലയെക്കാട്ടി വലിപ്പമേറിയ ഒരു കടലിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കായലിന്റെ പരമാവധി വിസ്തീർണം Speed boating is in heavy progress over there. വേമ്പനാട് കായലിന്റെ Enjoying the speed boating. 96.5 കിലോമീറ്ററുമാണ്. അതോടൊപ്പം പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പുണ്യനദിയായ പമ്പ, മണിമല, മീനച്ചിൽ, അച്ചൻകോവിൽ എന്നീ നദികളുടെ ഒരു സംഗമ സ്ഥാനം കൂടിയാണ് ഈ കായൽ. People can buy tea, coffee, or idli vada, ആ കരപ്രദേശത്ത് നോക്കുമ്പോൾ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യാം. ആ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിച്ച് വേമ്പനാട്ട് കായൽ വന്ന് പതിക്കുന്ന നദികളുടെ ഒരു സംഗമ സ്ഥാനം കൂടിയാണ്. while you enjoy in this beautiful weather. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ Look at this. The sun is shining. ഇത് സഞ്ചാരിക്ക് എപ്പോഴും ഒരു സംശയമുണ്ട്. Few ഇങ്ങനെ ഈ വീപ്പമുള്ള overcast clouds. കിടക്കുന്നത് പലരും ചോദിക്കാറുണ്ട്. Clear blue water. ഓറഞ്ച് നിറത്തിലും പച്ച നിറത്തിലുമായി കിടക്കുന്ന ബോയകളുടെ ഒരു അടയാളപ്പെടുത്തലാണ്. അത് മറ്റൊന്നുമല്ല, ദേശീയ പാത പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ജലപാതയിലൂടെയാണ് ഇപ്പൊ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ദേശീയ ജലപാത നമ്പർ 3യുടെ അടയാളപ്പെടുത്തലാണ് ആ കാണപ്പെടുന്ന ബോയികൾ. അതോടൊപ്പം നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ആ ജലപാതയിലൂടെ ആണ്. ഒപ്പം ഈ ബോയികൾ രാത്രികാലങ്ങളിൽ സ്വയം പ്രകാശിക്കുകയും രാത്രികാല യാത്രികർക്ക് ഒരു വഴികാട്ടി കൂടിയായി മാറുകയും ചെയ്യും. അപ്പോൾ സ്നേഹമുള്ള സഞ്ചാരികൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക,
കേരളത്തിലെ ഏറ്റവും വലിയ കായലിന്റെ പ്രകൃതി മനോഹാരിതയിലാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യാത്ര ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ചുറ്റി സഞ്ചരിച്ചു കഴിയുമ്പോൾ കായലിന്റെ തന്നെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക നദീജന്യത്തിന് കൂടിയായ പാതിര മണലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഒപ്പം ഒരു അറിയിപ്പുണ്ട്, AC ക്യാബിനിലെ മുഴുവൻ സഞ്ചാരികളും ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്യാം. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, AC ക്യാബിനിലെ മുഴുവൻ സഞ്ചാരികളും നമ്മൾ ആ ക്യാബിലുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യണം. Ladies and gentlemen, welcome to the iconic backwaters. How beautiful this is. See. Water and water and water all over. We are what seems like to be the middle. Land is quite far, the distance.